പാലക്കാട് കെ.എസ്.ആർ.ടി.സി ബസ് ടെർമിനൽ ശീതീകരിച്ച ഓഫീസ് മുറികളുടെയും ജീവനക്കാരുടെ ശീതീകരിച്ച വിശ്രമ മുറികളുടെയും ഉദ്ഘാടനം നടന്നു. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബസമേതമുള്ള യാത്രക്കാരെ കൂടുതലായി കെ.എസ്.ആർ.ടി.സിയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുതുതായി ആരംഭിക്കുന്ന 3 കെ.എസ്.ആർ.ടി.സി സൂപ്പർഫാസ്റ്റ് പ്രീമിയം സർവീസുകളിൽ ഒന്ന് പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. പുതിയ ട്രാവൽ കൾച്ചർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ ബസ്സുകളും AC ആക്കും. പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കും. രോഗികൾക്ക് കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തുന്ന രീതിയിൽ സമയം ക്രമീകരിച്ചാവും ഇവ നടപ്പിലാക്കുക എന്ന് മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജ് സർവീസ് ഉടൻ തന്നെ നാളെയോ മറ്റന്നാളോ തന്നെ ട്രയൽ ബേസിസിൽ ആരംഭിക്കും. ആ ബസ് ആരംഭിക്കുമ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ മനുഷ്യൻ ആവശ്യമുള്ള സമയത്ത് ഇവിടുന്ന് പുറപ്പെട്ടാൽ OP സമയത്ത് ഇവിടെ എത്തത്തക്ക രീതിയിലുള്ള ഒരു ടൈമിംഗ് ആയിരിക്കണം. തിരുവനന്തപുരത്ത് വരുന്ന പാലക്കാട് എയർ കണ്ടീഷൻ പ്രീമിയം ബസ് ഒരുപാട് കാര്യങ്ങൾ പാലക്കാടിന് വേണ്ടിയുണ്ട്. വിവോയുടെ വിശ്രമ കേന്ദ്രം വരുന്നു. സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സുകൾ പാലക്കാട് നിന്ന് തിരുവനന്തപുരം റൂട്ടിൽ ഓടുന്നു. പുതിയ 3 ബസ്സുകൾ വരുന്നുണ്ട്. അതിലൊരെണ്ണം പാലക്കാട് അവിടുന്ന് കൂടി ഇങ്ങോട്ട് വരുന്നതിന് പകരം രാവിലെ ഇവിടുന്ന് ഓടി അങ്ങോട്ട് പോകുന്ന ഒരു പുതിയ ബസ് സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം AC വണ്ടി വരുന്നുണ്ട്. പാലക്കാട് കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡിന് പുറകുവശത്തെ ഒഴിഞ്ഞ സ്ഥലത്ത് പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന പെട്രോൾ പമ്പ് സ്ഥാപിക്കുമെന്നും മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. പാലക്കാട് കെ.എസ്.ആർ.ടി.സി ബസ് ടെർമിനലിൽ ശീതീകരിച്ച ഓഫീസ് മുറികളുടെയും ജീവനക്കാരുടെ ശീതീകരിച്ച വിശ്രമ മുറികളുടെയും ഉദ്ഘാടന ചടങ്ങിൽ രാഹുൽ മങ്കൂട്ടത്തിൽ MLA അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ബിനുമോൾ, കെ.എസ്.ആർ.ടി.സി മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ PS പ്രമോദ് ശങ്കർ എന്നിവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്.